ഒരു കട്ടിൽ ഒരു മുറി. സിനിമ കണ്ടു കഴിയുമ്പോൾ ഇതിനേക്കാൾ ബെറ്റർ ഒരു ടൈറ്റിൽ ഈ സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് തോന്നും. അത്ര അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ്. ഒരു കട്ടിലിനെ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാം. இது என் பிரியமான புருஷனும் நானும் 7 மாதம் 9 நாள் சேர்ந்து படுத்த கட்டில். സിനിമ തുടങ്ങി കുറച്ചു നേരത്തേക്ക് വലിയ എത്തുംപിടിയൊന്നും കിട്ടില്ല. നമുക്ക് ഹക്കീം ഷാജഹാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഗണപതി വരുന്നുണ്ട്, അതിനുശേഷം രഘുനാഥ് പല്ലേരി അദ്ദേഹം ഒരു വർക്ക്ഷോപ്പ് നടത്തുന്ന MA മലയാളം പഠിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരു ഐൻസ്റ്റീനിയൻ ലുക്ക് ഒക്കെ ഉള്ള ഒരു കഥാപാത്രമാണ്. അവർ തമ്മിൽ ഒരു 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 കാര്യം സംസാരിക്കുന്നു. തുടർന്ന് പൂർണിമ ഇന്ദ്രജിത്തും വിജയരാഘവൻ, അദ്ദേഹം മൂത്താശാരിയുടെ വേഷം ഇപ്പോൾ സ്റ്റാറായി നിൽക്കുന്ന, കിഷ്കിന്ധാകാന്ഡം കഴിഞ്ഞ് അത്രയും സ്റ്റാറായി നിൽക്കുന്ന, അതിൽ ഞെട്ടിച്ചിട്ടുള്ള അവതരണം ചെയ്തിട്ടുള്ള വിജയരാഘവൻ, അദ്ദേഹം ഒരു മൂത്താശാരിയായിട്ടാണ്. അത്ര രസമായിട്ടാണ്. ആ ചെറിയ കഥാപാത്രമാണ്, ചെറിയ സീൻസേ ഉള്ളൂ, ഒരു 3-4 സീൻസേ ഉള്ളൂ. പക്ഷെ മുത്തശ്ശേരിക്ക് വേറൊരു രൂപം ഇല്ല എന്ന് തോന്നുന്നു. അത്രയും ഗംഭീരമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രകടനം. ഇപ്പോൾ അദ്ദേഹമുണ്ട്, പൂർണിമ ഇന്ദ്രജിത്ത് ഉണ്ട്. പൂർണിമ ഇന്ദ്രജിത്തിന്റെ ഒരു കട്ടിൽ ഒരു ഒരു അവതരണമുണ്ട്. അതിലേക്ക് വരാം. പിന്നെ കാണിക്കുന്നത് ഷമ്മി തിലകനും ഫാമിലിയും ആയിട്ടുള്ളൊരു ഒരു സീൻ വരുന്നുണ്ട്. പിന്നെ വേറെ കുറച്ചൊരു സ്ലാപ്സ്റ്റിക് രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അവിടെ ചെറിയ ചെറിയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ജിബിൻ, അദ്ദേഹം ഒന്ന് രണ്ട് വീഴ്ചയൊക്കെ മലന്നടിച്ച് വീഴുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഇൻവോൾവ് ആയിട്ടാണ് ഈ ക്യാരക്ടേഴ്സിനൊക്കെ അവർ പോലും ചെറിയ കഥാപാത്രങ്ങളാണെങ്കിൽ പോലും അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അതിന്റെ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇതുവരെ കണ്ടിട്ടുള്ള രീതിയിലല്ല. നമ്മൾ കേരള ക്രൈം ഫയൽസിൽ ഉള്ള ഒരു അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ല. അതുപോലെ ഇപ്പൊ അടുത്ത കാലത്ത് ഭരതനാട്യത്തിലുള്ള ചെറിയ അളിയനായിട്ട് വരുന്ന അദ്ദേഹം, ഇവരൊക്കെ അവർ ചെറിയ ചെറിയ വേഷങ്ങൾ പക്ഷെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പല പല ഭാഗങ്ങളായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ഈ റിലേഷനിൽ വരുന്ന ഒരു സ്നേഹത്തിന്റെ, ഒരു ആത്മബന്ധത്തിന്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെയൊക്കെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് പോകുന്നുണ്ട്. അത് പിന്നീടേക്ക് അത് പ്ലാൻ ചെയ്യുന്ന ഈ സ്റ്റോറിയിലേക്ക് വരുന്ന രീതിയിലേക്ക് അത് ഗംഭീരമായിട്ടാണ് വരുന്നത്. ഈ തുടക്കത്തിലെ ഈ ഒരു അവതരണം ചിലപ്പോൾ ഇതിന്റെ ഒരു സെറ്റിങ്സ് ബിൽഡ് ചെയ്തതിന് അത് ഇതുവരെ കണ്ടിട്ടുള്ള രീതിയിലല്ല ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. പക്ഷെ തുടർന്ന് അവസാനത്തെ 30 മിനിറ്റ് തകർപ്പനാണ്. നമ്മൾ ശരിക്കും പിടിച്ചുലയ്ക്കുന്ന രീതിയിൽ. ആക്ച്വലി ഇറ്റ്സ് എ പോയറ്റിക് എക്സ്പ്രഷൻ. നമുക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഉള്ളിൽ തൊടുന്ന ഒരു വേദന തോന്നും. ഇതിന്റെ രചയിതാവ്, ആ കഥാപാത്രം രഘുനാഥ് പല്ലേരി, അദ്ദേഹം ഹക്കീം ഷായുടെ കഥാപാത്രത്തിനോട് പറയുന്നുണ്ട്, നീ എവിടെയാന്ന് വെച്ചാൽ കൊണ്ടിടിച്ചോ, നിവർത്തി തരുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുന്നുണ്ട്. അത് ഞാനിപ്പം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇത് തന്നെയായിരിക്കും ഒരു പക്ഷേ സംവിധായകൻ ഷാനവാസ് ബാബുക്കുട്ടിയുടെ അടുത്ത് തിരക്കഥാകൃത്ത് പറഞ്ഞിട്ടുണ്ടാവുക. എവിടെ പക്ഷെ സംവിധായകൻ കൊണ്ടിടിച്ചത് നമ്മുടെ ഹൃദയത്തിലാണ്. നമുക്ക് ആ ഒരു നോവ്, ഒരു സുഖമുള്ള നോവ് തരുന്ന രീതിയിലാണ് ആ സിനിമയുടെ ടുവേർഡ്സ് എൻഡ്. നമുക്ക് ആ ഒരു ഫീലുമായിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോരാൻ പറ്റുക. അവരൊരു മാലാഖയുടെ ഗൽബുള്ള സ്ത്രീയാണടാ. അതുപോലത്തെ സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്താ പേര്? ത്രിപുര സുന്ദരി. ഈ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന അക്കമ്മ ആവേശം ചെയ്തിട്ടുള്ളത് പൂർണിമ ഇന്ദ്രജിത്താണ്. അവരുടെ ആ ഒരു മേക്ക് ഓവറും ഒരു മലയാളവും തമിഴും കലർന്നിട്ടുള്ള ഒരു സംഭാഷണവും അതിലെ ആ ഭാഷ, എനിക്ക് തമിഴ് അത്ര മനസ്സിലാവില്ല, എന്നാൽ പോലും അതിന്റെ ഒരു ബ്യൂട്ടി, അതിന്റെ ഒരു ലാംഗ്വേജിന്റെ അത് കേൾക്കണ അതിന്റെ ഒരു റിഥം, അതൊക്കെ നല്ല രസമായിട്ട് അവരുടെ അവതരണവും അവരുടെ ഒരു മേക്ക് ഓവറും ആ ഒരു കളറും ഒക്കെ, ഐ മീൻ അവരിട്ടിരിക്കുന്ന അറ്റയറിന്റെ കളറൊക്കെ നല്ല നല്ല വശ്യത ഉള്ളതാണ്. അത് മാത്രമല്ല, അവർ ആ കട്ടിലിനോട് കാണിക്കുന്ന ഒരു 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 തരം വികാരമുണ്ട്. അത് ഇതുവരെ അങ്ങനെ ഒരു കഥാപാത്രം ഒരു മെറ്റീരിയലിനോട് അല്ലെങ്കിൽ അതിലേക്ക് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അവതരിപ്പിക്കുന്നത് നമുക്ക് പോലും അതിനോടൊരു ഒരു ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിലാണ് അതിന്റെ അവതരണം. കട്ടില് വെച്ചോ, തമിഴില് പേസുതാ. പറഞ്ഞതുപോലെ ഇതിന്റെ തിരക്കഥാകൃത്ത് രഘുനാഥ് പല്ലേരി, അദ്ദേഹം ഇതുവരെ ചെയ്തിട്ടുള്ള ഒരുപാട് തിരക്കഥകളുണ്ട്, ഒരുപാട് സിനിമകൾ നമുക്ക് ഇഷ്ടപ്പെട്ടതുണ്ട്. കഥാപാത്രങ്ങൾ ഇപ്പോഴും നമ്മൾ ഓർത്ത്, കുറച്ച് നാൾ മുമ്പ് ഓ ബേബിയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള കഥാപാത്രത്തിനെ കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ തന്നെ ഷാനവാസ് ബാബുക്കുട്ടിയുടെ തൊട്ടപ്പനിലെ കഥാപാത്രം, അത് ഒരിക്കലും മറക്കാത്ത, ഒരു കാഴ്ചയില്ലാത്ത
എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തിരക്കഥയെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പോയറ്റിക് ബ്യൂട്ടി ഉണ്ട്. ഇത് അവതരിച്ച് ചുരുളഴിഞ്ഞു പോകുന്ന ഒരു സംഭവം. അത് ഈ തഴക്കം ചെന്ന എഴുത്തുകാരന്റെ ഇത് അതൊരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അത് കാഴ്ചയിലൂടെ തന്നെ പറയാൻ പറ്റുള്ളൂ. അതിലേക്ക് വരാം. പിന്നെ ഒരു കഥാപാത്രം അവതരിപ്പിച്ചിട്ടുള്ളത് ഹക്കീം ഷാജഹാൻ. അദ്ദേഹത്തിന്റെ ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രം ഞാൻ കണ്ടിട്ടുള്ള ഒന്നും എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ടില്ല. എനിക്കെല്ലാം അത്രയും രസമായിട്ട് ആ കഥാപാത്രത്തിനോട് അത്രയും യോജിച്ച് ഇതിലും അങ്ങനെ തന്നെ കുറച്ച് നാൾ മുമ്പ് കഥ ഇന്ന് വരെ എന്നുള്ള അതിലൊരു ഭാഗം ചെയ്യുന്നുണ്ട്. അവിടെയും ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം ചെയ്തിട്ടുള്ള ഒന്നും എനിക്ക് ഇഷ്ടപ്പെടാതെ പോയിട്ടില്ല എന്നുള്ളത് ഞാൻ കണ്ടിട്ടുള്ളതില്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ആക്ട് ലാബിന്റെ പ്രൊഡക്റ്റ് ആണ്. ആക്ട് ലാബിന് തീർച്ചയായിട്ടും അഭിമാനിക്കാം ഇങ്ങനെ ഒരു ആളെ ഗ്രൂം ചെയ്തിട്ടുള്ളതില് എന്ന് തോന്നുന്നു. ആത്മാവിനറ്റം വരെ നീയാണ് എന്റെ ഫ്രണ്ട്. പിന്നെ മറ്റൊരു കഥാപാത്രം, പ്രധാന കഥാപാത്രം ചെയ്തിട്ടുള്ള പ്രിയംവദ കൃഷ്ണനാണ്. പ്രിയംവദ എല്ലാവർക്കും അറിയാം, തൊട്ടുപിന്നിൽ അത്രയും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തീപ്പൊരിയായിരുന്നു. ഒരുപക്ഷെ നമ്മൾ അതും കൂടി പ്രതീക്ഷിച്ചിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്. അപ്പൊ തുടക്കത്തിൽ നമ്മൾ വിചാരിക്കും, അയ്യോ പ്രിയംവദ എന്തുകൊണ്ടാണ്, പ്രിയംവദയ്ക്ക് ചെയ്യാനുള്ളതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ തോന്നാം. പക്ഷേ പോകെ പോകെ പ്രിയംവദ അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അവരുടെ ഒപ്പം അവരുടെ തോന്നലുകള്, അവരുടെ വികാരങ്ങൾ, അവർക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലും അത് ഒരു ചുമരുണ്ട് അവിടെ, കണ്ണാടിയില്ല, പക്ഷെ കണ്ണാടിയിൽ നോക്കിയിട്ട് പൊട്ട് തൊടുന്ന രീതിയിലുള്ള കുറച്ച് അവതരണങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ രസമാണ് അതൊക്കെ കാണുന്നതും. ഇതൊക്കെ നമ്മളത് കണ്ട് നോക്കി കണ്ണാടിയിൽ നോക്കണ പോലെയാണ്, പക്ഷെ ചുമര് കാണിക്കുമ്പോൾ അവിടെ കണ്ണാടിയില്ല. ഇങ്ങനെ കുറച്ച് ഒരു ബ്യൂട്ടി ആണ്. തുടർന്ന് അവസാനത്തേക്ക് വരുമ്പോഴാണ് അതിന്റെ കാര്യങ്ങൾ നമുക്ക് പിടികിട്ടുക. ഗംഭീരമാണ് എന്ന് തന്നെ പറയാം. റോഷാക്കിലാണ് നമ്മൾ ഇതിനു മുൻപ് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവുക. ആ വേഷം ചെറുതാണെങ്കിലും അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും അതുപോലെ തന്നെ അവർ ത്രൂ ഔട്ടുള്ള ഒരു മുഖ്യ കഥാപാത്രമാണ്. പക്ഷെ പ്രിയംവദ അവരുടെ സിഗ്നേച്ചർ ഇട്ടിട്ടാണ് പോയിട്ടുള്ളത്. മിക്കവാറും കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള അവർ ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ആക്ടേഴ്സ് അവരുടെ പെർഫോമൻസ്. ഇപ്പോൾ ഷമ്മി തിലകനാണെങ്കിലും അദ്ദേഹത്തിനോടൊക്കെ നമുക്ക് കുറച്ചും കൂടി ഇഷ്ടം തോന്നും, ആ ഫാമിലിയോട് കുറച്ചും കൂടി ഇഷ്ടം തോന്നും. അടിസ്ഥാനപരമായിട്ട് സ്നേഹമാണ് ഈ സിനിമയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. ത്രൂ ഔട്ട് നമുക്കൊരു സ്നേഹം തോന്നുന്നു, കണ്ണൊക്കെ ഈറനാവുന്ന രീതിയിലുള്ള ഒരു സ്നേഹ പ്രകടനങ്ങളാണ് പരസ്പര ബന്ധങ്ങൾ ബ്ലഡ് റിലേഷനേക്കാളും അപ്പുറത്തുള്ള റിലേഷൻസ്. കുറെ കൂടി സ്നേഹത്തിന്റെ ഒരു സിനിമയാണ് ഒരു ഘട്ടത്തിൽ ഒരു മുറി. സാറ് 2 ബിസ്ക്കറ്റ് കഴിക്കുന്നു. രാവിലെയാ 5:30 മണിയായിടോ, നീ കിടന്നുറങ്ങിയിട്ടല്ലേ? ഇന്ന് രാവിലെ 10:30 ഷോക്കാണ് ഞാൻ പോയത്. ആ സമയത്ത് ഞാൻ 10:25 തിയേറ്ററിന്റെ മൂവി ഹാളിനകത്ത് കിടക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്ന് പേടിച്ചു പോയി, കാരണം ഇവരിനിപ്പോ സ്ക്രീൻ ചെയ്യില്ലയോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ ക്രമേണ കുറച്ച് ആളുകൾ വരാൻ തുടങ്ങി. ഒരുപക്ഷെ രാവിലെയുള്ള ഷോ ആയതുകൊണ്ടാവാം. എന്നാൽ പോലും ഒരു ഓപ്പണിംഗ് ഷോ എന്നുള്ള നിലയ്ക്ക് കുറച്ചും കൂടിയൊക്കെ ആളുകളെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ആളുകൾ ഇത്തരം സിനിമകള്, അതായത് മുഖ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് വലിയ സ്റ്റാർസ് അല്ലാത്ത സിനിമകൾ OTT-യിൽ കാണാമെന്നുള്ള തീരുമാനങ്ങൾ പലരും എടുക്കാറുണ്ട്. പക്ഷെ ഈ ഒരു സിനിമ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതില് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു സ്നേഹത്തിന്റെ ഒരു അല, ഒരു സോക്കോൾഡ് അത്തരം ചെറിയ ചെറിയ വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള കുറച്ച് വികാരങ്ങൾ ഇതൊക്കെ ഉണ്ട്. അത് ഒരുപക്ഷെ OTT-യിൽ എത്രത്തോളം ഇൻവോൾവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന എനിക്കറിയില്ല. ഒരു ചായയും പലഹാരവും ഒക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് പോയി ഇടയ്ക്ക് തിരിച്ചു വന്നിട്ടൊക്കെ നമ്മൾ കാണുമ്പോൾ, മാത്രമല്ല ഇതിന്റെ ഘടന അങ്ങനെയാണ്, ഈ കഥ പറയുന്നത് അങ്ങനെയാണ്. വളരെ സ്ലോ ആയിട്ട് പറഞ്ഞ അവസാനത്തെ ഒരു 30 മിനിറ്റ് തീർച്ചയായിട്ടും ഗംഭീരമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് പോരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഒരു പെയിൻ, ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്കൊരു സന്തോഷം, ഒരു സ്നേഹം, ഒരു സിനിമ തൃപ്തികരമായി കണ്ടതിന്റെ ഒരു ഫീൽ ഉണ്ടാവും. തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം.